വെടിനിർത്തൽ പ്രഖ്യാപനമുണ്ടായിട്ടും ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം തുടർന്ന് ഇറാൻ. കുവൈത്തിൽ തീവ്രമായ ആക്രമണമാണുണ്ടായതെന്ന് പ്രതിരോധ വകുപ്പ് അറിയിച്ചു. UAE, ബഹ്റൈൻ തുടങ്ങിയിടങ്ങളിലും ഇന്ന് ആക്രമണമുണ്ടായി. ഒഴിവാക്കാൻ ആഗ്രഹിച്ച യുദ്ധത്തിൽ UAE ജയിച്ചതായി പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് അൻവർ ഗർഹാഷ് എക്സിൽ കുറിച്ചു. പുലർച്ചെ വെടിനിർത്തൽ പ്രഖ്യാപനമുണ്ടായെങ്കിലും UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇപ്പോഴും ഇറാൻ ആക്രമണം തുടരുകയാണ്. പുലർച്ചെ മുതൽ ആക്രമണം നേരിടുകയാണെന്ന് കുവൈറ്റ് പ്രതിരോധ വകുപ്പ് അറിയിച്ചു. 28 ഡ്രോണുകളാണ് ഇന്ന് മാത്രം തകർത്തത്. എണ്ണക്കേന്ദ്രങ്ങൾ, കടൽവെള്ള ശുചീകരണശാലകൾ, പവർ സ്റ്റേഷനുകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് ആക്രമണമുണ്ടായത്. ബഹ്റൈനിലെ സിദ്രയിൽ ഇറാന്റെ ആക്രമണമുണ്ടായി. വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് 9 ഡ്രോണുകൾ നേരിട്ടതായി സൗദി പ്രതിരോധ വകുപ്പും വ്യക്തമാക്കി. UAEക്ക് നേരെ ഇന്ന് ഉച്ചയ്ക്കും ആക്രമണം നടന്നു. അബുദാബി ഹബ്ലാൻ ഗ്യാസ് കോംപ്ലക്സിൽ ഇന്നുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റ 2 പേരിൽ ഒരാൾ ഇന്ത്യക്കാരനാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒഴിവാക്കാൻ ആഗ്രഹിച്ച യുദ്ധത്തിൽ UAE ജയിച്ചതായി പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് അൻവർ ഗർഗാഷ് എക്സിൽ കുറിച്ചു. UAE യുദ്ധം ഒഴിവാക്കുവാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും കൈക്കൊണ്ടിട്ടുണ്ടെന്നും പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യത്തിന്റെ ശക്തി വ്യക്തമായതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നാൽ നിലവിലെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഗൾഫ് രാജ്യങ്ങൾ. മേഖലയിലെ ഭീഷണി പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്ന ആവശ്യവും ഇവർക്കുണ്ട്. 24 ദുബായ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.